പറഞ്ഞേട്ടെ. സിസ്റ്ററിന് പറയാനുള്ളത് 13 വർഷത്തിന് ശേഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ലഭിച്ചത്. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു നമുക്ക് എറണാകുളം മീറ്റിംഗിൽ കുഞ്ഞുങ്ങളില്ലാത്തൊരു സാക്ഷ്യം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടായൊരു സാക്ഷ്യം ഇല്ലാത്തൊരു മീറ്റിംഗ് ഇല്ലെന്ന രസം. എല്ലാ മീറ്റിങ്ങിനും ഉണ്ട്. നമുക്ക് തിരുവല്ല ഉണ്ടായിരുന്നു, എറണാകുളത്തും ഉണ്ടായിരുന്നു. 13 കൊല്ലത്തിന് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചു. ഇവിടെ വന്ന് ബ്രദർ ദൂത് പറഞ്ഞു 2018 ദൂത് പറഞ്ഞു. ഇപ്പൊ കൊച്ചു വലുതായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 2018 ടൗൺ ഹാളിൽ മീറ്റിംഗിൽ വെച്ച് ബ്രദർ അങ്ങോട്ട് ദൂത് പറഞ്ഞാണ് നിങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിക്കുന്നു. ഒരു ആൺകുഞ്ഞിനായിട്ട് മടിയിലിരിക്കുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 2022 അവർക്ക് ഒരു ആൺകുഞ്ഞിനെ ലഭിച്ചു. ആമേൻ. അതുപോലെ തന്നെ മറ്റൊരു സാക്ഷ്യം, ഇവരൊരു ഷെഡിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നല്ലൊരു ഭവനവും കിട്ടിയെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, പറയാവോ അതിനെ? അതെ, ഷെഡിലാണ് താമസിച്ചിരുന്നത്. എവിടെ ചേച്ചിയുടെ വീട്? എന്റെ വീട് കടങ്ങല്ലൂര്, ആലുവ. ഷെഡിലായിരുന്നു എന്ന് പറയാൻ മാത്രം എന്തുവാ? തീരെ കൊച്ചു വീട്ടിലായിരുന്നു. കൊച്ചു വീട്, ഒരു തൊഴുത്തായിരുന്നു. അപ്പൊ അതിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. തൊഴുത്തിലാണ് താമസിച്ചിരുന്നത്. ഇപ്പൊ യേശുവിനെ അറിഞ്ഞതിന് ശേഷം നല്ല വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. 13 കൊല്ലം. എന്തായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള തടസ്സം എന്തുവായിരുന്നു? ഒരുപാട് കംപ്ലൈന്റ് ഒക്കെ ഉണ്ടായിരുന്നു, തൈറോയ്ഡൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ. കുഞ്ഞുങ്ങളുണ്ടാകുമ്പോ ചികിത്സയ്ക്കൊക്കെ ചെയ്തായിരുന്നു? അതൊന്നും നടന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 13 കൊല്ലത്തിന് ശേഷം ഒരു കൊച്ചിനെ കിട്ടി. ചെയ്യുന്ന നന്മയ്ക്ക് നന്ദി. ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഒരു ദൂതും കൂടെ പറയട്ടെ. ചേച്ചിയുടെ കഴുത്തും നടുവും ഇടവിടാതെ വേദനിക്കുന്ന ഒരു പ്രയാസം കൂടെ ചേച്ചിക്കുണ്ട്. ചേച്ചിക്ക് കൊച്ചിനെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണം ഈ ഇളിയുടെ വശത്ത് ചേച്ചിക്ക് ഒരു പ്രയാസമുണ്ടോ? വണ്ടർഫുൾ. ജീസസ്. രണ്ടാമത് ഇനിയൊരു കൊച്ചുണ്ടാവുമെന്ന് ചിന്തിക്കുന്നില്ല. അതിന് കുറച്ച് കോംപ്ലിക്കേഷൻ വയറ്റിനകത്തും ഉണ്ട്. എന്നാൽ ഇന്ന് പകല് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ഹിപ്പിനകത്തുള്ള പ്രശ്നം മാറുന്നു, ആ കഴുത്തിനകത്തുള്ള പ്രശ്നം മാറുന്നു, ഇവരുടെ വയറ്റിനകത്തുള്ള കോംപ്ലിക്കേഷനുകൾ തീരുന്നു. ഇവരുടെ പ്രസവത്തിന് ശേഷം ഇവരുടെ യൂട്രസിന്റെ ഫംഗ്ഷൻ റൈറ്റ് അല്ല. എന്നാൽ എന്റെ കർത്താവ് ഇപ്പോൾ അവരെ സൗഖ്യമാക്കുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ ചേച്ചിക്കൊരു പ്രയാസമുള്ള കാര്യം കൂടെ ഉണ്ട്. സ്കിന്നിനകത്ത് ചില സ്ഥലത്ത് അഴുകുന്നൊരു പ്രയാസം വരും. സ്കിന്നിനകത്ത് ചില ഭാഗത്ത് വല്ലാത്ത പുകച്ചിൽ വരും, ഇറിറ്റേഷൻ ഉണ്ടാകും. എന്നാൽ ഇന്ന് അത് സൗഖ്യമായി പോകും. യേശു അതിനെ സൗഖ്യമാക്കും. വല്ലാതെ വേർക്കും. ആ വേർക്കുന്നതിനോടൊപ്പം ആ പ്രയാസം കൂടെ ഉണ്ടാവും. എന്നാൽ ഇന്ന് പകൽ അത് സൗഖ്യമാകും. യേശുവിനെ തൊടും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ചിലരും കൂടെ ആ കാര്യങ്ങൾ റിസീവ് ചെയ്ത് ദൈവം നന്മകളെ നൽകട്ടെ. ഇയാൾക്ക് 13 കൊല്ലത്തിന് ശേഷമാണ് ലഭിച്ചതെങ്കിൽ ചിലരും കൂടെ കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കട്ടെ. ചിലർക്കും കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കട്ടെ. അത്ഭുതപൂർവമായി ചെയ്യട്ടെ.